ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പുളിയിഞ്ചിയേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പുളിയിഞ്ചി റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 കഷ്ണം ഇഞ്ചി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് ഈ ഇഞ്ചി ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല പോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഇഞ്ചിയും ഇഞ്ചിനീരും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയും ഇഞ്ചിനീരും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി നല്ല പോലെ മൊരിഞ്ഞ് വരുന്നൊരു പാകത്തിൽ കിട്ടണം. ഇപ്പോൾ ഇത് ഇഞ്ചി നല്ല പോലെ മൊരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ടോ, എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാനിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുളിയിഞ്ചി റെഡിയാക്കാം. അതിനായിട്ട് സെയിം കടായിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ കടുകും വറ്റൽമുളകും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 6 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ പച്ചമുളകും പഴുത്ത മുളകും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 10 വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു 10 ചെറിയുള്ളി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ പച്ചമുളകും ഉള്ളിയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി വാളംപുളി, അതായത് ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പമുണ്ടാവും, അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചണ്ടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു 3 ഗ്ലാസ് പുളിവെള്ളമുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ പുളിവെള്ളം തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വറുത്ത് പൊടിച്ചിട്ടുള്ള കടുക്, പെരിഞ്ജീരകം, ഉലുവയോ ആണ്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ചിട്ട് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോഴത്തെ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് പുളിവെള്ളമൊക്കെ ഒരു 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചി ഇതുപോലെ വറുത്ത് പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇഞ്ചിപ്പുളി എപ്പോഴും അത്യാവശ്യം നല്ല കട്ടിയോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി നീരുണ്ടല്ലോ അതുകൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള എത്ര കഴിച്ചാലും കൊതി വരാത്ത സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നില്ലേ. പിന്നെ ഇത് പാത്രത്തിൽ ഇരിക്കുന്നതോറും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം നിങ്ങൾക്കിത് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.